അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മൾ ഇന്നലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കിടന്ന ആ ഹോട്ടലിന്റെ തൊട്ട് പാർക്കിംഗ് ആണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇവിടെയാണ്. പക്ഷെ ഞങ്ങൾക്ക് പശുണ്ട്, രാവിലെ നമ്മളെ ബെൻസൊക്കെ കൂട്ടാൻ വേണ്ടി. ഗൈസ് നോക്കൂ, നമ്മുടെ ടാൻസിയുടെ ഒരു ഫ്രണ്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നേക്കാണ്. ഹായ് ഹായ് ഗൈസ് നോക്കൂ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട. അപ്പം ടാൻസിയുടെ ഫ്രണ്ടാണ്, ML ആട്ടോ. അപ്പം നമ്മൾ നേരെ ML കയറുവാണ്. അടുത്തൊരു മാളിലാണ് മൊബൈൽ ഷോപ്പ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൊണ്ട് നമുക്ക് അവിടെ പോയി ഇത് കിട്ടുമെന്ന് പറഞ്ഞേ. അത് ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ കാർഡ് വേണം. പിന്നെ അതേപോലെ നമ്മുടെ വണ്ടി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഈ സംഭവം കണ്ടോ, ഇതൊന്നും തുറന്നു തരുമല്ലോ പോലും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ML പുതിയ ബെൻസ് കേട്ടോ. ML ആണ് സാധനം. ബ്രദർ ദിസ് ഈസ് 250 or 350 ML. അവന് ലാംഗ്വേജ് അറിയില്ല, അതാണ് വേറെ പ്രശ്നം. നോക്കി ഡിസ്പ്ലേ ഒക്കെ നോക്കി. എൻ്റെ അമ്മ കിടിലം സാധനം കേട്ടോ ബെൻസ്. നമ്മൾ ഇല്ല. വാട്ട് ഈസ് യുവർ നെയിം? നെയിം യൂഷ എന്നാണ് പുള്ളിയുടെ നെയിം. അപ്പം പുള്ളിയാണ് നമ്മളെ കൂട്ടാണ്ടി വന്നേക്കുന്നത്. ഭാഗ്യം നോക്കണേ, അവൻ നല്ലവനാണ് കേട്ടോ. അവൻ അത്യാവശ്യം കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവസാനം എല്ലാം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വേറെ ഒരു ഗ്രൂപ്പിലും പോയി പെട്ടാക്കരുതേ. കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പം പോകുന്നൊരു മാളിലേക്കാണ്. ഒരു മൈക്ക്, പിന്നെ ക്യാമറ എടുത്തിട്ടില്ലോ? ഇല്ല, കുഴപ്പമില്ലായിരിക്കും അല്ലേ. 4 kg എടുത്തപ്പോൾ 5 കിലോ 5 kg ഗിംബൽ മേടിക്കണം. ഇതാണ് മെയിൻ പ്രോസസ്സ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചിവിടെ വരും. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകും? അതായത് AC വെക്കാൻ വേണ്ടി പോകും നമ്മുടെ വണ്ടിക്ക്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പിന്നെ മൊണാസ്ട്രി കാണാൻ വേണ്ടി പോയി. ടാക്സിയുടെ ലാൻഡ് ക്രൂസർ കൊണ്ടുപോയിക്കാണ് നമ്മൾ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, അത് ചെയ്ത് തീർക്കണം. ചൈനയിൽ കിട്ടാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ചീപ്പായിട്ട്, അപ്പോൾ അതൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താല്ലേ ഭാഗ്യം, ചൈന വന്നപ്പോൾ MLൻ്റെ അത് സഞ്ചരിക്കാൻ. എന്താടാ ലിവിനെ വണ്ടി ഇവിടെ വരെ ക്യാമറയാ. അറിയുന്നുണ്ടോ? എന്താ ഒച്ച പോലും വരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ കയറാൻ. ഇങ്ങനത്തെ സാധനത്തിൽ കയറാൻ പറ്റും. ഇവരുണ്ടല്ലോ, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കേഴ്സ്. അതാണ് ഇവരൊരു മെയിൻ പ്രത്യേകത. ഇവർ ഭയങ്കരമായിട്ട് അധ്വാനിക്കും കേട്ടോ. പിന്നെ ഈ 1 രൂപയ്ക്ക് വരെ ഇവർ ഭയങ്കര പിന്നെ കൃത്യതയുള്ള ആൾക്കാർ. അതായത് 5 പൈസ വെറുതെ കളയൂല. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ പൈസ വളരെ സൂക്ഷിക്കും. ഇതിപ്പോ എന്ന് വെച്ചാൽ നമ്മളൊക്കെ അവിടെയാണെന്ന് വെച്ചാൽ ഒരു മുതലാളി നമ്മളെ ഒരു സാധനത്തിന് വേണ്ടി കൂട്ടാൻ വേണ്ടി വരുമോ? അതെ, ഇല്ല, വരൂല. ഒരു കച്ചവടം അവർക്ക് വരച്ച് കളയാൻ പറ്റൂല, അലസി കളയൂല. അതാണ് ഇവർ മെയിൻ പ്രത്യേകം. പിന്നെ വേറൊരു കേസുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആരെങ്കിലും കൂടുതലൊക്കെ ചൈനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അവരെ കുറിച്ച് കറക്റ്റായിട്ട്. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു ഭയങ്കര മിഷനാണ് എല്ലാ കാര്യങ്ങൾക്കും. എന്തായാലും നമ്മൾ അടുത്തൊരു ട്രാഫിക് ബ്ലോക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇത് ഔഡി, ഇവിടെയൊക്കെ നല്ല നല്ല കാറുകൾ. ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോറിൻ വണ്ടികളാണ്. വോക്സ് വാഗൻ ഇതുണ്ടോ, ഇവിടെ വോക്സ് വാഗൻ, ഔഡി, ബെൻസ്, പിന്നെ അതുപോലെ ലാൻഡ് ക്രൂസർ പ്രാഡോ, ലാൻഡ് ക്രൂസർ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവം കേട്ടോ. എന്തായാലും നമ്മൾ ഇതുണ്ട്, ഇലക്ട്രിക്കലി ആണ് ഈ കാണുന്ന മീറ്റർ കേട്ടോ. ഇത് എന്തുവാണല്ലോ ഇവനെ, എൻ്റെ കാശ് ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചത്. ഇത് ടച്ച് പാഡ്. എന്തായാലും നമുക്ക് ഫൈനലി പിന്നെ മാളിലെത്തിട്ട് കാണാം കേട്ടോ. ഈ കാണുന്ന ഇത് വമ്പ മൊണാസ്ട്രി ആണല്ലോ. ഈ കാണുന്ന മൊണാസ്ട്രിയിലേക്കാട്ടോ എല്ലാരും പോയാക്കുന്നേ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് മൊണാസ്ട്രി ഇൻ ലാസ. പിന്നെ ഭാഷ അറിയില്ല, പിന്നെ എന്നാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പാവം എന്താ അല്ലേ, നമ്മൾ ഒരിക്കലും ഭാഷ അറിയില്ലാത്തവരുടെ അടുത്തിരുന്നിട്ട് നമ്മൾ അവരെ കളിയാക്കരുത് കേട്ടോ. അത് ഭയങ്കര നമുക്കും ഇതേപോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ ആൾക്കാർ കളിയാക്കുന്നുണ്ടോ നോക്കി. ബസ്സൊക്കെ നോക്കി, ഇവിടുത്തെ മെയിൻ ചൈനീസ് കമ്പനിയാണ് ഈ കാണുന്ന ബസ്. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വന്നിറങ്ങി നേരെ ഞങ്ങൾ മാളിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ, നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. ചെറിയ പയ്യനാട്ടോ അവൻ, ചെറിയ പയ്യനല്ലേടാ, അല്ലേ ചെറിയൊരു പയ്യനാട്ടോ. ഈ കാണുന്ന ഇതാണ് ഇവന്റെ ഷോപ്പ്. ഇവിടെ കുറേ കമ്പനികളുടെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നു കേട്ടോ, നമുക്ക് പോയി നോക്കാം. ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്റ്റ് ഭയങ്കര കേട്ടോ. ഇത് ഈ വണ്ടി പാക്കറ്റ് എടുക്കാൻ വേണ്ടി കല്ല് വരെ മാറ്റി കൊടുത്തു കേട്ടോ. എന്റെ പൊന്നെ എന്താ അല്ലടാ, ഇവര് അങ്ങോട്ട് ഭയങ്കര സ്നേഹം കേട്ടോ. എന്താ വെച്ചാൽ പൈസ വർഗസ്നേഹം ഭയങ്കര. ഹായ് ഗൈസ് നോക്കൂ, ഭയങ്കര വർഗസ്നേഹം കേട്ടോ. ഗൈസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കയറി പിടിക്കട്ടെ. ഗൈസ് നോക്കാൻ നമ്മള് കടയിലേക്ക് ക്ഷണിക്കുവാണ്. ചൈനീസ് ലിപ്സ്റ്റിക് ഫുൾ മറ്റേ ഇതാട്ടോ, സ്റ്റീല് പോലത്തെ സെറ്റപ്പ് കേട്ടോ. ഈ കാണുന്ന ഇവിടെ എത്തി കേട്ടോ. 23 വയസ്സുകൾ കേട്ടോ ഈ പയ്യന്. ഇത് ഫുള്ള് ഷോപ്പുകളുടെ ഒരു വലിയ കലവരണ സേവനം. പുള്ളിയുടെ ഏതാന്നുള്ളത് പോയി നോക്കാട്ടോ. എൻ്റെ അമ്മു, ഇവിടെ ക്യാമറ അതുപോലെയുള്ള ഇതിൻ്റെയൊക്കെ വലിയ അതോ ലോഗോ കേട്ടോ. എനിക്ക് നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് GoPro 12 ഒക്കെ ഇറങ്ങി, അത് നമ്മൾ അറിഞ്ഞില്ല. ഇതാണ് നമ്മൾ മേടിക്കുന്ന സാധനം.
ഡിജെ മൈക്ക് 2, പിന്നെ അതേപോലെ തന്നെ ഇത് ഡ്രോണുകളുടെ ഒരു വലിയ ശേഖരം കേട്ടോ. പല ടൈപ്പ് മൈക്ക്, പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് മേടിക്കണം കേട്ടോ. ആദ്യം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എല്ലാം കൂടെ ഉള്ള കേട്ടോ. ഫോണുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, മറ്റേ നമ്മുടെ പൈനാക്കോളർ, നിക്കോണിൻ്റെ ഒക്കെ. പിന്നെ അതേപോലെ ഇവിടെ മെയിനായിട്ട് വാക്കി ടോക്കി, ഗിംബല്, പിന്നെ അതേപോലെ ട്രൈപോഡ്. സോണി FX3 ഹൗ മച്ച്? You show me the this camera. ഹിയർ നോ, ഐ എം ഓൺലി ആസ്കിങ്. തേടി കിടന്ന സാധനം കേട്ടോ. ഇത് പവർ ബാങ്ക്. ഇത് പവർ ബാങ്ക്. എൻ്റെ പൊന്നെ, അത്രയൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന ഡിജെയുടെ മൈക്ക് എന്തായാലും വാങ്ങിക്കും, അത് മസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത് മേടിക്കുന്നത് ഒരു പിന്നെ ലുവിനെ ഇവിടെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഗിംബൽ ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഈ കാണുന്ന പവർ ബാങ്ക്. ഓ, ഔട്ട് AC കിട്ടും കേട്ടോ. ഹൗ മച്ച് മണി? ഇതിന് 32,000 രൂപ കേട്ടോ. DJI RS3ക്ക് മൈക്കിൻ്റെ വില കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം. 2 റിസീവർ 38,000 രൂപയാണ് നമ്മുടെ നാട്ടിൽ, 34,000 രൂപയാണ് നേപ്പാളിൽ. ഇവിടെ എത്രയാണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. പുള്ളിക്കാരനോട് എല്ലാ കാര്യങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലേ? ഒന്നുകൂടെ പറ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റ് ഗിംബൽ. ഒന്നേൽ ഇത് അല്ലെങ്കിൽ ഇത് മേടിക്കാൻ നമുക്കൊന്ന് കറങ്ങണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓൾറെഡി ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇത് വാങ്ങിച്ചു. ഇത് ഡിജെയുടെ മൈക്ക് 2 ആണ്, അടിപൊളിയാണ്. മൈക്ക് 1 ഞങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്ന, ഇത് അതിലും സെറ്റപ്പ് ആട്ടോ. ഇത് നമുക്ക് ബെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഏറ്റവും നല്ല സാധനം അത്. ഗൈസ് നോക്ക്, എന്ത് പറയുകയാണെങ്കിലും ഇവിടെ ഈ സാധനം വേണം കേട്ടോ. ഓക്കെ, യു വാണ്ട് സേ ഡിജെ മൈക്ക് എന്നെ അത് കൊടുത്ത് ഇതാക്കിയൊക്കെ ഇത് മതി. അവസാനം സാധനം വന്ന് ഹോട്ടൽ അങ്ങനെ 28,000 രൂപയ്ക്ക് നമ്മൾ ഡിജെ മൈക്ക് 2 മേടിച്ചു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണ്ട. ഇത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഐഫോണിന് വേണ്ടിയാണ്. ഗിംബലും കൂടെ മേടിച്ചിട്ട് പോവാം. അപ്പം നമ്മൾ ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു കച്ചവടം നടക്കും കേട്ടോ. ഈ ഷുഗർ വാഷ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ചൈനീസ് ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ഫൈനലി ഞാൻ പോയി പൈസ എടുത്തോണ്ട് വന്നു കേട്ടോ. 8,000 രൂപ എടുത്തോട്ടാ. 8,000 ഇപ്പോഴത്തെ 1,00,000. ദൈവത്തിനറിയാം. ഒരു 1,700 രൂപ അതിന് സാധനം പൊട്ടിക്കട്ടെ കേട്ടോ. ഒന്ന് നോക്കട്ടെ, എന്ത് ഓണാക്കി നോക്കട്ടെ. ഡിജെക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതുള്ളതാണ്. എൻ്റേത് ഞാൻ 1 വർഷം പോലും ഉപയോഗിച്ചില്ല. അതിന് മുമ്പേ ഞങ്ങൾ തായ്ലൻഡിൽ സംഭവിച്ചെന്നറിയോ? അതിന് വെള്ളം എന്ന് വെച്ചാൽ പുറകിലെ കാന്തമില്ലേ, അതായത് അത് കംപ്ലൈന്റ് ഇതാണ് ഈ കാണുന്ന പൗച്ചിലാണ് ഈ കാണുന്ന സാധനം കിട്ടുക. ഇതാണ് ഡിജെയുടെ പുതിയ മൈക്ക് 2. ഓ, ഇത് അമ്മ സെറ്റപ്പാണല്ലോ. ഇതിന്റെ പൗച്ച് സംഭവം മൊത്തത്തിൽ വ്യത്യാസം കേട്ടോ. ഇതിനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയി. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വർത്താനം ഒന്നുമില്ല, പരിപാടി കഴിഞ്ഞു. എൻ്റെ പൊന്നെ, ഇതെങ്ങനെ ഇത് ഇങ്ങനെ ഞെക്കി തുറക്കൂടാ. ഓക്കേ ഓക്കേ. ഇതിന് മാറ്റിക്കൊണ്ട് കേട്ടോ, മാറ്റിക്കൊണ്ട് പരമാവധി അത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക അല്ലേ. ഇത് ഓണായി, ഇത് ഓണായി, ഡിജെ ഓണായി, ഇത് ഓണായി. നമുക്ക് ലാഭത്തിൽ കിട്ടി കേട്ടോ. നാട്ടിൽ എത്രയാണ്? 38. അത് നമുക്ക് 28-ന് കിട്ടി കേട്ടോ. 1 2 3 4 5 6 7 8 9 പൈസ കൊടുത്തു കേട്ടോ. നല്ലവന്മാരാട്ടോ. ഞങ്ങൾ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് തരുകയും ചെയ്തു. ഇനി ഞങ്ങളൊന്ന് കറങ്ങി നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇവിടെ ഒന്ന് ഈ ഡിജെയുടെ ഇതും കൂടെ മേടിച്ചിട്ട് പോട്ടോ. പിന്നെ അവസാനം ഒന്നും മനസ്സിലായി, പിന്നെ ആംഗ്യ ഭാഷ കയറി കേട്ടോ. എന്താ 2799. എത്രയാ ഗായ്സ്? അത് കച്ചവടം നടത്തി കേട്ടോ. ഓക്കെ. എത്രയ്ക്കാണ് കച്ചവടം നടത്തിയ? 2650. നാട്ടിലത്തെ എത്രയാ? 29,000 രൂപ. 29,000 രൂപയ്ക്ക്. നാട്ടിലെത്രയാണ്? 93 കാണിക്കുന്നു. അടിച്ച മാറി നോക്കാൻ വലിയ ക്യാമറ ഉണ്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ജിമ്പൽ വേണം. അപ്പം നമ്മുടെ നാട്ടിൽ വിളിച്ചു ചോദിക്കുകയാണ് ഈ സാധനം അതിൻ്റെ അകത്ത് കയറുമില്ല. നമ്മൾ അന്ന് ചോദിച്ചപ്പം ഇത് 40 രൂപയുടെ ഒരു സാധനം നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ അന്ന് അത് കയറൂലെന്നാണ് പറഞ്ഞത്. ഇതിനൊന്ന് വിളിച്ചു ചോദിച്ചാൽ 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 8 29 30 31. ഈ ചെക്ക് 31 എന്ന് പറയുമ്പോൾ നമ്മുടെ 80,000 രൂപ നമ്മുടെ നാട്ടിൽ RS4 പ്രോയ്ക്ക് ഞങ്ങൾ 3 മേടിക്കാണ്ട് വിചാരിച്ചേ മാറ്റി. അപ്പൊ നമ്മൾ എവിടെയാണ് വിളിച്ച? നമ്മുടെ നാട്ടിൽ പൈസ കൊടുത്തു. ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കവനെ എനിക്കറിയാം. അല്ലേ പിന്നെ ഒന്ന് ചോദിച്ചാലേ. പ്ലീസ് ടീച്ച് മീ ടീച്ച് നോ യൂസിങ് പ്ലീസ് ടീച്ച് മീ. എവിടെ ഒരു മെമ്മറി കാർഡും കൂടെ മേടിച്ചാൽ ഏതെങ്കിലും പൈസ എത്താൻ പോയതല്ലേ എബിനെ? ഒരു മെമ്മറി കാർഡും കൂടെ മേടിക്കവനെ. ഒരു 250-300 GB മേടിക്കേ അല്ലേ? ഏതായാലും നമ്മൾ ഇത് വാങ്ങുന്നതിന്റെ ബില്ല് വാങ്ങോട്ടെ. എന്നാൽ ചൈനയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റെസീറ്റ് തന്നാൽ നല്ലതെന്ന് പറയാം. കൊള്ളുമല്ലോ, ഉള്ള മെമ്മറി കാർഡ് തന്നെ മതി.
ഇതാണ് കേട്ടോ നമ്മൾ ഇനി നമ്മുടെ S1H കളികൾ ഇനി എല്ലാരും കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ഈ മൈക്കും കാലൊക്കെ ഇനി ഐഫോൺ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഷെയ്ക്ക് വരൂല. കണ്ണെങ്ങനെയാണോ കാണുന്നത് പുതിയ ഗിംബലാട്ടോ ഇത്. പുതിയ ഗിംബൽ 80 രൂപ ഉണ്ട് നാട്ടില്. നമുക്ക് 30,000 രൂപ കിട്ടും. 35. 3100 കൊടുത്തിട്ടുള്ളൂ. ആണോ? 3100 എന്ന് പറയുമ്പോ എത്രയാ? എത്രയായി? 3100 എന്ന് പറയുമ്പോൾ 3100 ഇൻറ്റു 35 രൂപ. 35 രൂപ. 35 രൂപയ്ക്ക് നമ്മൾ മേടിച്ചത്. ഓ ഗായ്സ്, ഇതിനകത്ത് എല്ലാ സാധനം ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ. അല്ലേ, ഇത് പൊട്ടിച്ച പീസാണ്. നല്ല ഇതൊന്നും എങ്ങനെയാണോ ദൈവമേ, ഒന്ന് പഠിപ്പിച്ചു തരാൻ പറയണേ. അറിയാലോ നമ്മൾ ശിഷ്യത്വം സ്വീകരിക്കില്ല. അല്ല, ഇതൊക്കെ പണിയുണ്ടോ? നമ്മള് മേലത്തെ സാധനം താഴെ കുത്തിവെക്കും, താഴത്തെ സാധനം ഇവിടെയും കുത്തിവെച്ച. അല്ല, എനിക്കറിയാലോ ഇവനെ. ഇന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മള് പ്രതീക്ഷിക്കാനും വലിയ ജിമ്പിലാണല്ലോ. ഇതോടെ ഇടും. വലിയ ബാധ്യത 30,000 രൂപയ്ക്ക് വലിയ ബാധ്യത. അല്ല, ഇരിക്കട്ടെ അവനെ. നമ്മള് നല്ല വീഡിയോ എടുക്കുമ്പോ അത് കുലുങ്ങി പോവല്ലേ? ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇതൊന്ന് വെയിറ്റ് ബാലൻസ് സംഭവം എന്താന്നുള്ളത് എനിക്കറിയില്ല. അവൻ ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് ചാർജിങ് ഇൻപുട്ട് എത്ര സ്ഥലത്ത് കുത്തി വെക്കണമെന്നാണ് അവൻ ചോദിക്കുന്നത് അല്ലേ? എത്ര സ്ഥലത്ത് വെക്കണം? എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്നൊന്ന് പഠിപ്പിച്ചു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ അത് പഠിപ്പിക്കട്ടെ. ഞങ്ങൾ ഇന്ന് പഠിക്കും അല്ലേ ഇവനെ? ഇനി ഞങ്ങൾ തകർക്കും. നാട്ടിൽ 10,000 രൂപയ്ക്ക് മേടിച്ച ഹാർഡ് ഡിസ്ക് 2 ഞങ്ങൾ മേടിച്ചു. 1 ടിവിയുടെ 5,000 രൂപ. ഇവിടെ ഈ ക്യാമറ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര. FS3 80,000 രൂപ കേട്ടോ. പക്ഷെ മലേഷ്യയിലാണ് അതിന് ഏറ്റവും കുറവ്. ഇവിടെ ഫോണിനൊന്നും വില കുറവില്ല. ഞാൻ പോയി കുറെ ഫോണിന്റെ വില ചോദിച്ചു. ഇവിടെ ഫോൺ വില കുറവില്ല. കുറെ വാച്ചൊക്കെ ചോദിച്ചു. അതായത് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതിനെല്ലാം കുറവുണ്ട്. നോക്കി പുള്ളിച്ചിരിക്കുന്നതൊക്കെ നല്ല കിടിലൻ മനുഷ്യന്മാരുണ്ട്. ഞങ്ങളൊരു വോയിസ് ട്രാൻസ്ലേറ്റർ ചോദിച്ചിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ സാധനം മേടിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങണം. പുള്ളിയുടെ വണ്ടി അവിടെയുണ്ട്. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആദ്യം മാൾ എക്സിറ്റ് ചെയ്യട്ടെ. ഇവിടെ ഫോണുകൾക്കും മറ്റു സാധനങ്ങൾക്കൊന്നും വലിയ വിലക്കുറവൊന്നുമില്ല കേട്ടോ. വലിയ സൂപ്പർ മാർക്കറ്റില്ല കേട്ടോ. നമുക്ക് വെറ്റ് ടിഷ്യൂ വേണം. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇവർക്ക് ഭാഷ അറിയില്ല, അത് വലിയ വിഷയമാണ്. അതിനുശേഷം ഇവിടെ KFC ഉണ്ടായിരുന്നു. നമ്മളെ ഒന്നും അറിയത്തില്ല ആളാ സഹായിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഭയങ്കര ഹെൽപ്പ് മെന്റാലിറ്റി പറ്റിക്കത്തില്ല കേട്ടോ. ഒരു കമ്മീഷൻ അടിച്ചിട്ടില്ല. ഇവര് അങ്ങനെ കേട്ടോ. ഇവര് പറ്റിക്കത്തൊന്നുമില്ല കേട്ടോ. നല്ല മനുഷ്യന്മാരാണ്. ഇതല്ല നമുക്ക് വേണ്ടേ. കേട്ടോ മുഖം തുടയ്ക്കാനൊക്കെ നല്ല. ഇവനെ നമ്മൾ ആദ്യം എടുത്ത് ഏറ്റവും വില കൂടിയതാ. അത് എടുക്കില്ലെന്ന് അവര് പറഞ്ഞു. കണ്ടോ, നല്ല ഹെൽപ്പ് മെന്റാലിറ്റി. ബില്ലടിച്ചു കേട്ടോ. ബില്ലടിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഇത് വമ്പ സെറ്റപ്പ് സ്ഥലം കേട്ടോ. തുറന്നൊക്കെ തരും കേട്ടോ. ഭയങ്കര ആതിഥ്യ മര്യാദയാ അല്ലേ പിന്നെ. മര്യാദ പഠിച്ച് വരുക. നമ്മൾ തന്നെ ഒരു ഭയങ്കര ഒരു വേറൊരു ഇതിലേക്ക് മാറും കേട്ടോ. ഇത് ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്ന് ഇവനോട് പറഞ്ഞു. ഫ്രീ ഗവൺമെന്റ്. ഞങ്ങൾ KFCയിൽ ഫുഡ് ഓർഡർ ചെയ്തിരിക്കും കേട്ടോ. ഫുഡിന് വേണം 20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഓരോ നേരത്തേലും ഞങ്ങൾ അതിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് പറയും കേട്ടോ. കഴിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഇതെന്നാ ഈ അമ്മച്ചി ഉണ്ടാക്കുന്നത്? പൈസ എന്തോ ഒരു സാധനം ഇതിൻ്റെ അകത്തിട്ട് കറക്കി ഉണ്ടാക്കും കേട്ടോ. ചീനിക്കിഴങ്ങ് കേട്ടോ. അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ പുള്ളിയുടെ ബെൻസിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം പുള്ളി ഞാനായിട്ട് സംസാരിച്ച് ഫുള്ള് ട്രാൻസ്ലേറ്ററിലാണ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ അകത്ത് കയറിപ്പോൾ ഒരു പ്രത്യേക ചൂടല്ലേ പിന്നെ. പുള്ളി നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. ഇവിടെ കൊണ്ടുവന്നാൽ പെട്ടുപോയത്. കാരണം ഇവിടെ എന്തോ കാർഡ് സംഭവമൊക്കെയാണ് ഇതുപോലെ കയറ്റണമെങ്കിൽ. അപ്പം ഇവരെ വണ്ടിക്ക് വന്ന് എന്തായാലും വളരെ നന്നായിട്ടോ. ഇപ്പം അത്യാവശ്യം സെറ്റപ്പുള്ള ആൾക്കാരാട്ടോ. ഇല്ലെങ്കിൽ ഈ സാധനം മേടിക്കാമല്ലോ അല്ലേ ലിബിയെ. ചൈന മൊബൈൽ, ചൈന പോസ്റ്റ്, പിന്നെ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചൈന മൊബൈലാണ് ഇവിടുത്തെ ഏറ്റവും നല്ല നെറ്റ്വർക്ക് കേട്ടോ. ഇത് എവിടെയൊക്കെ എല്ലാ ബ്രാൻഡുകളുണ്ട്. NV, നൈക്കി, അതുപോലുള്ള അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുണ്ട്. നമുക്ക് അടുത്ത ദിവസം തുണി മേടിക്കണം. സ്വർണ്ണക്കട കേട്ടോ. ഇത് ഫുൾ സ്വർണ്ണമാണ് ഈ സംഭവം മൊത്തം. വെരി ഗുഡ് റേറ്റ്. ഈസ് ഗിംബൽ ഈസ് ഗുഡ് റേറ്റ് ആൻഡ് മൈക്ക് ഈസ് ഗുഡ് റേറ്റ് ആൻഡ് ഐ ആം പർച്ചേസ്ഡ് 1 to 2 hard disk. Good. Your friend is good man. Your friend is good man. Sure. Yeah. I'm very happy. Okay, I'm coming now. You come. Okay. I'll be right here. Okay. ഗൈസ് നോക്കൂ, താൻസി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. AC കാര്യം നോക്കാൻ വേണ്ടി. ചൈനയിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ സിഗ്നൽ ഭയങ്കര കേട്ടോ. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ലാസ്റ്റ് ഈസ് ബിഗ് ട്രാഫിക് ബ്ലോക്ക്. ഓ ട്രാഫിക് പുള്ളിക്ക് ഈ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ മനസ്സിലാവുള്ളൂ കേട്ടോ. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചൈനയിൽ എങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ.
ഇപ്പൊ മനസ്സിലായില്ലേ പഠിച്ചിട്ട് കാര്യമില്ലെന്ന്? ഇല്ല, ഒരു കാര്യമില്ല അല്ലേ? അതിന് ബേക്ക് സീറ്റ് ഇരിക്കാൻ എങ്ങനെ നെഗസിറ്റി പഠിക്കാത്തോട്ടാ ഇവിടെ ഇരിക്കുന്നത്. അതല്ല, എങ്ങനെയുണ്ട് ഇരിക്കാന്ന്? അടിപൊളി. അവനെ പഠിച്ചായിരുന്നു ഈ വണ്ടിയിലൊക്കെ ഇരിക്കാൻ പറ്റുമായിരുന്നു. അത് ശരിയാട്ടോ. ഗൈസ്, നമുക്കൊരു ലാൻഡ് ക്രൂസർ പ്രാഡ മേടിക്കണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷെ അതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അതുണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ഒരു വർഷമെങ്കിലും ഇനിയും കഷ്ടപ്പെടണം കേട്ടോ. ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ട് പുള്ളിക്കാരൻ ഇറക്കി. താങ്ക് യു. ഗൈസ്, സാധനം എടുത്തില്ലേ? സാധനം എടുക്കടാ. ഗൈസ് നോക്കൂ, സാധനങ്ങൾ എടുക്കാണ്ട്. സാധനങ്ങൾ നേരെ എടുത്ത് വണ്ടി കയറ്റണം. എന്നിട്ട് വണ്ടി കയറ്റിയിട്ട് വണ്ടി കൊണ്ട് നമ്മൾ നേരെ പോവാണ്. ഇതാണ് ടാക്സിയുടെ ലാൻഡ് ക്രൂസറായിട്ട് കാണുന്നത്. ടാക്സി അതിൻ്റെ മുതുക്കം പാട്ട് വെച്ചോക്കാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ടാക്സി കം. ഗൈസ് നോക്കൂ, ടാക്സിനെ കൊണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം 12 വോൾട്ടിൻ്റെ AC എവിടെയോ ടാക്സി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കൂട്ടുകാരാട്ടോ. ഇവർക്ക് ഇവരുടെ ഭാഷ അറിയാം. ലാൻഡ് ക്രൂസർ ഇത് എമ്മാറ്റിക്ക് GLE 350 ആട്ടോ. എൻ്റെ അമ്മോ, ഇത് ബെൻസിൻ്റെ കിട്ടുന്ന സാധനം കേട്ടോ. ഗൈസ് നോക്കൂ, ടാൻസി നമ്മൾ വിചാരിക്കും പാപ്പാട്ടനാണ്. നല്ല കറക്കല്ലേ എല്ലാവരും. കറക്കി നല്ല പൈസ ആട്ടോ ടാൻസിക്ക്. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുവാണ് ഓരോന്നായിട്ട് കേട്ടോ. അല്ലായോ? ആണോ? പറഞ്ഞില്ലല്ലോ. അവരെന്തെങ്കിലും കവർ എടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ എടുക്കത്തില്ല, ലാഭം ഉണ്ടായേനെ. This is gimbal and here mic. This one. ടാൻസി വന്നപ്പം തന്നെ ഇതെല്ലാം എടുത്തൊന്ന് പരീക്ഷ നോക്കിട്ടോ. എല്ലാ സാധനവും അഴിച്ചെല്ലാം ഇട്ടു. ഇനിയിപ്പം ഞങ്ങൾ ചെന്നിട്ട് ഇനി പോയിട്ട് വന്നിട്ട് വേണം ഇതെല്ലാം ലെവലാക്കി എടുക്കാൻ വേണ്ടി. That type of ഗൈസ്, എന്തായാലും നമുക്ക് ഇനിയിപ്പം പിന്നെ AC കിട്ടുന്ന സ്ഥലത്തോട്ട് പോകാട്ടോ. ടാങ്ക്സ് പറയുന്നത് കെയർഫുൾ ആയിരിക്കണം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പുറം നോക്കണേ. ടാങ്ക്സിയുടെ ലാൻഡ് ക്രൂസിൽ അങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. എൻ്റെ പൊന്നെ, കിട്ടില്ല സാധനം കേട്ടോ. ഇവിടുത്തെ ലാൻഡ് ക്രൂസിന് ഒരു മെയിൻ പ്രത്യേകതയുണ്ട്. ചൈനയിലെ ലാൻഡ് ക്രൂസിന് എപ്പോഴും എന്തുണ്ടാവും? ഈ കാണുന്ന ഡിക്കി ഉണ്ടാവും കേട്ടോ. ഇതിവിടെ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ്. അത് എപ്പോഴും ഉണ്ടാവും. ലിവി പൂട്ടിയാടാ. അത് തന്നെ. ഇവിടുത്തെ ലാൻഡ് ക്രൂസിലും കയറി. അതുപോലെ തന്നെ ഈ എൻ്റെ അമ്മച്ചി ഗൈസ് നോക്കൂ. അതേപോലെ തന്നെ പേഴ്സ് എടുത്തോ. നമ്മൾ ഇനി അടുത്ത AC, അതായത് 12 വാൾട്ട് AC. ഈ ACയുടെ പ്രത്യേകത ബാറ്ററി എന്നാണ് ആ AC കറണ്ട് എടുക്കുന്നത്. വണ്ടി ഓണാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി മൊത്തം വേണേൽ അത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ കുറേ പ്രത്യേകതയുള്ളൊരു AC എടുക്കാനാണ് നമ്മൾ നേരെ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അത് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെട്ടിക്കെട്ട് ഹോട്ടലാട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ടാക്സിയാണ് വണ്ടി ഓടിക്കുന്നത്. ടാക്സിയുടെ വണ്ടി ഓടിച്ച് ടാക്സി തന്നെ സന്തോഷപ്പെടുക കേട്ടോ. പുള്ളി എന്തൊക്കെയോ കാണിക്കട്ടോ. പുള്ളിക്ക് എന്തോ ഇത് ഓടിക്കുമ്പോൾ എന്തോ ത്വര കയറുമെന്ന് തോന്നുന്നു കേട്ടോ. എടാ ലിവിനെ, ആ ബെൻസിൽ കയറിയിട്ട് ഇത്ത കയറുമ്പോൾ വേറെ ഫീലിംഗ് അല്ലേ? ഭയങ്കര ഹൈറ്റിലാട്ടോ ഇതിരിക്കുന്നത്. ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. ട്രാവൽ ചെയ്തൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകട്ടോ. അതായത് മേളിലൊക്കെ ബസ്സുകൾ നിർത്തിയിട്ടാക്കുന്നു. താഴെ ഇതോടത്തൊരു ചെറിയ ടണലാട്ടോ. ഇവിടെയൊക്കെ ഇതേപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് മുമ്പേ നമ്മൾ നേരെ ക്യാമറ മേടിക്കാൻ വേണ്ടി പോയപ്പോണ്ടല്ലോ, അതായത് റോഡ് മേളിൽ ഇവനെ ആൾക്കാര് പാസ് ചെയ്യുന്ന അടിയിൽ കൂടെ ഇവിടെ ഉണ്ടല്ലോ എന്തോ പണി നടക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കാട്ടോ. നോക്കിയേ, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള തിരക്കാണ്. ഞങ്ങളുടെ പരിപാടി പാളുമെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ സമയം ഇപ്പം അത്യാവശ്യം ആയിട്ടോ. ഈ റോഡ് സൈഡിൽ എപ്പോഴും ഇതുപോലെ വണ്ടി ഉണ്ടാവും. അത് പൈസ കൊടുത്തോ റീചാർജ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന സംഭവമാണ്. ഹൗ മച്ച് ദിസ് 1 hour? ഇവിടെ ഉണ്ടല്ലോ റോഡിന്റെ അപ്പുറം പണി നടക്കട്ടെ. അത് ഫുള്ളും മറച്ച് നമ്മുടെയൊക്കെ അവിടെ മെട്രോ പണിത പോലെ മറച്ചിട്ട് ഇവിടെ ഒരു വരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മാത്രമേ യാത്രയുള്ളൂ. അപ്പുറം ഒരു പരിപാടിയില്ല. അതിനെ വന്നിട്ട് ഒരു ഫോർച്യൂണർ ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ഇവരുടെ വണ്ടി ഇൻഡസ്ട്രിയൽ ഏരിയയും അതും ഇതൊക്കെ ഉള്ള സ്ഥലത്തോട്ടോ വന്നേക്കുന്നത്. ഇവിടെ വണ്ടിയുടെ സീറ്റ് കവർ, AC, സ്പീക്കർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ പണിയുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ നടന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ സ്ഥലം. അപ്പോൾ ടാൻസി വണ്ടി നിർത്തിയതിന് ശേഷം വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ വെളുപ്പിനെ 4 മണിക്കാണ് കിടന്ന് രാവിലെ 11 മണിക്ക് എണീക്കുകയും ചെയ്തു. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം ഉണ്ട് കേട്ടോ എനിക്ക് കണ്ടുവർക്കും. പിന്നെ അത് മാത്രമല്ല എൻ്റെ ലിവിൻ്റെ കാലിൻ്റെ അടി പൊട്ടി വിണ്ട് കീറിയിരിക്കുകയാണ്. കാല് കുത്താൻ പറ്റുന്നില്ല. നല്ല തണുപ്പാണ്. ഞങ്ങൾ പുറത്തിറങ്ങി എന്നിട്ട് ചോദിക്കും കേട്ടോ സാധനം കിട്ടുന്ന സ്ഥലം എവിടെ കിട്ടുമോ ഇല്ലെന്നൊന്നും കണ്ടിട്ട് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഈ കാണുന്ന ഇതിൻ്റെ സ്ട്രീറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഞങ്ങൾ അന്വേഷിച്ചിരുന്ന സാധനം ഒപ്പിക്കും കേട്ടോ. ചൈന ടയറുകൾ, പിന്നെ നമ്മുടെ നാട്ടിലെ ആക്സസറീസ് ഷോപ്പ്, അതൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും കിട്ടാനൊരു മാർഗ്ഗമില്ല. ആകെയുള്ള മാർഗം ഇനിയിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക. അടുത്ത ഏതാ സ്ഥലം 4-5 ദിവസം കഴിഞ്ഞ് ചെല്ലുന്ന സ്ഥലം അവിടെ നോക്കി സാധനങ്ങൾ അവിടെ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും വകുപ്പ് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഇവരുടെ ഫോണിൻ്റെ അകത്തൊരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ അകത്ത് വണ്ടിക്ക് ഫൈൻ കിട്ടിയോ, വണ്ടിക്ക് എത്ര ഫൈനുണ്ട്, അത് എങ്ങനെ കിട്ടി, അതിൻ്റെ ഫോട്ടോ എല്ലാം കിട്ടും. അതിൻ്റെ സംഭവം പുള്ളി എന്നെ കാണിച്ചിരുന്നു. വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു. അതിൻ്റെ എടുത്തില്ല കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര ട്രാഫിക് റൂൾസ് ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇഷ്ടം പോലെ സ്പോർട്സ് കാറുണ്ട് കേട്ടോ. ഇത് ഫോർഡ് മസ്താങ്.
ഏതൊക്കെ സാധനം നോക്കിയത് റേഞ്ച് റോവർ സേസി ഉണ്ടല്ലോ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മേടിക്കാൻ പറ്റുള്ളൂ. ടാക്സി ഇവിടെ വണ്ടി എടുത്ത് എന്നെ സംഭവം എന്ന് വെച്ചാൽ എനിക്കിന്ന് വാക്സിനേഷൻ എടുക്കേണ്ട ദിവസമാണ്. എല്ലാ ഹോട്ടലിലും ഇങ്ങനെ നല്ല പരിചയം ഉണ്ടല്ലോ, ഒന്നിരട്ടെ കിട്ടിട്ട് ഗൈസ് നോക്കൂ, അതായത് നമുക്കുണ്ടല്ലോ ഇന്ന് വാക്സിനേഷൻ എടുക്കണം. എൻ്റെ 4ാമത്തെ വാക്സിനേഷനാണ്. പിന്നെ 11-ാം തീയതിയാണ്. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ ചെയ്യാനുള്ളൂ. അപ്പം നേരെ പോകുന്നു. 100 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടുന്നേലും ആനിമൽ വാക്സിനേഷൻ കിട്ടും, അതെടുക്കണം. ഒരു കുത്ത ഒരു പോക്ക് അല്ലേ ഗൈസ്? എന്ത് പ്ലാൻഡാന്ന് നോക്കിയേ ഗൈസ്. കച്ചറ ഏരിയ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഫീലിങ്ങോട് കൂടി കേട്ടോ വെച്ചാക്കുന്നത്. അതായത് ഇതുണ്ട്, ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ്, പക്ഷെ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് കേട്ടോ. അല്ലേ ഇവനെ? എനിക്ക് തോന്നുന്ന കച്ചറായിട്ട് നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ ഗൈസ്? അതേപോലെ വഴി കൂടി ഒന്നും ഭാര്യ വലിച്ചോ ഫ്ലെക്സോ അങ്ങനത്തെ പരിപാടി ഒരു സംഭവം ഒന്നുമില്ല. നമ്മുടെ വാക്സിനേഷൻ്റെ സംഭവം ഉണ്ട്. ഇവിടെ ചൈനീസ് എഴുതിയാക്കുന്നത് 2 ഉണ്ടോ, അതും ചൈനയെന്ന് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റൽ. യാ ഗൈസ്, ഈ ഹോസ്പിറ്റൽ ഇല്ല കേട്ടോ. നോക്കിയേ, ഇതിന് തൊട്ടപ്പുറത്തെ ഒരു തടാകം എന്തൊരു നീറ്റാന്ന് നോക്കിയേ ഗൈസ്. ഒരു മണവും ഒന്നുമില്ല കേട്ടോ, എന്തൊരു നീറ്റാന്ന് നോക്കിയേ. വെട്ടിത്തിളങ്ങും കേട്ടോ, വെട്ടിത്തിളങ്ങുമാണ്. ഈ ഹോസ്പിറ്റലിൽ സാധനമില്ല. അപ്പോൾ അടുത്ത ഏതോ ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ. ടാക്സി വണ്ടി എടുക്കാൻ പോയിട്ടോ, വേറെ ഏതോ ഹോസ്പിറ്റലിൽ പോകണം, എന്നാലേ ഈ വാക്സിനേഷൻ കിട്ടുള്ളൂ. നോക്കിയേ, ഈ കാണുന്ന വെള്ളം നോക്കിയേ ഗൈസ്. മണവോ വൃത്തികേടോ ഒന്നുമില്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ വെള്ളം. എങ്ങനെ ഇതൊക്കെ സെറ്റപ്പ് ആയിട്ട് സൂക്ഷിക്കുന്നു? ഒരു ഹോസ്പിറ്റല്, ഒരു 10 ഹോട്ടലിങ്ങനെ കാണും ഇവിടെ. അതിന് മുന്നിൽ ഇത് നോക്കിയാ ഒരു 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 വൃത്തികേടും ഇല്ല കേട്ടോ. തൊട്ടടുത്തുള്ള ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് ആട്ടോ. എൻ്റെ പൊന്നെ, ഒരു ചൈനീസ് ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നോക്കിയേ. കീട്ടിലും ബസ് ക്ലിയർ പരിപാടിയൊന്നുമില്ല. എന്താ കാർഡും സ്കാനിങ് അതുപോലത്തെ സെറ്റപ്പ് ഒക്കെ കേട്ടോ. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പൈസ. കണ്ടക്ടർ തന്നെ, ഡ്രൈവർ തന്നെയാണ് എല്ലാം മുറിച്ച് കൊടുക്കുന്നത്. പുള്ളിക്കാരൻ നമ്മളെ കൈ കാണിച്ചു. ഫോൾട്ടോൺ ഇത് ഇവിടുത്തെ ഫേമസ് കമ്പനിയാണ്. ഈ കാണുന്ന സാധനമാണ് ഇവിടെ. പിന്നെ ഈ കാണുന്ന ബസ് ഇവിടെ. എൻ്റെ അമ്മ ആരുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഇത്ര ജനസംഖ്യ ഉള്ള ഈ ഒരു നാട്ടിൽ തന്നെ ഇത്ര ആൾക്കാർ. എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയാണ്. ഇതിന് 2 ഓപ്ഷനാണ്. നമുക്ക് കാപ്പി മാങ്ങ ഒറിജിനൽ മാങ്ങ. ഞങ്ങൾ ഇപ്പൊ നേരത്തെ ജീവാങ്ങ കണ്ടു, പക്ഷെ ഇത് കാപ്പിയാണ്. അതിന്റെ പൈസ ഉള്ളവർക്ക് വേണേ അതിന്റെ ഒറിജിനൽ മാങ്ങ. ഗൈസ്, അങ്ങനെയൊക്കെ ആട്ടോ ഇവിടുത്തെ സെറ്റപ്പ്. ഗൈസ് നോക്കൂ, ടാക്സി അങ്ങനെ വണ്ടിയായിട്ട് എത്തിയിട്ടോ. ഇവിടുന്ന് ഏതാണ്ട് അടുത്ത ഒരു ഹോസ്പിറ്റലിൽ പോകണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഏസിയുടെ കാര്യം ഓൺലൈനിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ, അല്ലാതെ നടക്കില്ല. നേരെ കയറി പോട്ടോ കേട്ടോ. എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ, വൈകുന്നേരം കയറ്റൂല. പുള്ളി ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, അവിടുത്തെ എൻട്രി തരുന്നില്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഫോറിനേഴ്സിന് കിട്ടുകയില്ല, അതാണ് വിഷയം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി ചോദിക്കാം കേട്ടോ. ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ വന്നു, ഇഞ്ചക്ഷൻ മേടിക്കട്ടോ കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ, അവിടെ കിട്ടൂല. അടുത്ത ഹോസ്പിറ്റലിൽ പോവാണ്. ഇവിടെ 5 ദിവസത്തെ വെക്കേഷൻ നടക്കണം, അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടോ. ഞാനിപ്പം ടാക്സിയോട് ചോദിച്ചു കേട്ടോ. അതായത് ചൈനീസ് പീപ്പിള് പിന്നെ ടിബറ്റ് കയറുന്നതിലും യെസ് ഗൈഡ് യാ ഗൈസ് കേട്ടോ. ചൈന പീപ്പിൾ, അതായത് ചൈനയിലുള്ളവർക്ക് ടിബറ്റ് കയറുന്നവരെ നമുക്ക് ഗൈഡ് എങ്ങനെ വേണോ അതേപോലെ തന്നെ ഇവർക്കും വേണം കേട്ടോ. അടുത്ത ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇവിടുന്ന് കിട്ടില്ല എന്നുള്ളപ്പം ദൈവത്തിന് അറിയാം. കിട്ടിയ ഊട്ടിയിലെ ചാട്ടി ഗൈസ്. അവിടെ നിന്ന് തന്നില്ല കേട്ടോ. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്താ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ കാരണം എന്നാന്നുള്ളത്. അടുത്ത സ്ഥലത്തിനും പോയി നോക്കാം. ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ അത് വിളിച്ച് കയറ്റി കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു, ഞങ്ങളില്ലാന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ആർമി ഉണ്ടായിരുന്നു അടുത്ത്, അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വാക്സിൻ കിട്ടൂല. ഇവിടെയുള്ള പിന്നെ വാക്സിന് കെമിക്കൽ കൂടുതലാണ്. നമ്മൾ അടിച്ചത് വരെയുള്ള കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു 3 മസ്റ്റായിട്ട് അടിച്ചാൽ മതി, ബാക്കി കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പം കുഴപ്പമില്ല ഗൈസ്. അതിനകത്ത് ആർമിയുടെ ഒക്കെ വണ്ടിയായിട്ട് കിളി പാറിപ്പോയി കേട്ടോ. 5 സ്റ്റാർ സെറ്റപ്പാണ് ആർമിക്കൊക്കെ കിടക്കാനുള്ള സംവിധാനം. 5 സ്റ്റാർ സെറ്റപ്പ് എന്നല്ലേ, ഹോട്ടൽ മാറിയില്ലടാ പട്ടാളക്കാരെ കാണുന്നവന് വണ്ടികളൊക്കെ. എൻ്റെ അമ്മോ, 5 സ്റ്റാർ സെറ്റപ്പ് ആട്ടോ അവരുടെ റൂമും സംവിധാനങ്ങളൊക്കെ. ടെക്നോളജി. ഇപ്പം ഞങ്ങളുണ്ടല്ലോ, പുള്ളിക്ക് വിശക്കെന്ന് പറഞ്ഞൊരു പിന്നെ ഹോട്ടലിൽ കയറാൻ വേണ്ടി അവിടെ ഒരു സ്ഥലത്ത് നിന്നേ. അപ്പം എക്സിറ്റ് അടിക്കുന്ന സ്ഥലം ഞങ്ങളവിടെ എൻട്രി ചെയ്യാൻ വേണ്ടി എനിക്കതൊരു 3 മിനിറ്റ് നിർത്തിയത്. അപ്പം തന്നെ പുള്ളിയുടെ ഫോണിലേക്ക് പിന്നെ മെസ്സേജ് വന്നു, നിങ്ങളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് മെസ്സേജ് വന്നു കേട്ടോ. എൻ്റെ പൊന്നെ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഫൈൻ ഒഴിവായി. ഫൈനലി ഹോട്ടലിലെത്തി, നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. പുള്ളിയുടെ കഴിവിൻ്റെ പരമായി ശ്രമിച്ചാണ്, നടന്നില്ല കേട്ടോ. ഇനി വണ്ടി തുറന്നിട്ട് വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അതുപോലെ കുറച്ച് പരിപാടിയുണ്ട്. നാളെ ഒന്നും കൂടി ഞാൻ ശ്രമിച്ച് നോക്കട്ടെ കിട്ടുമെന്ന് കേട്ടോ. അതായത് ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് AC കയറ്റേണ്ടത്. കിട്ടുമെന്ന് ശ്രമിച്ച് നോക്കട്ടെ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ഞാൻ എങ്ങനെ നേപ്പാൾ മണി മാറ്റുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്. പുള്ളിയുടെ അമ്മ എവിടെ പോവാല്ലോ? പിന്നെ നേപ്പാളിൽ പോവാം. അപ്പം എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ഇത്രയും പൈസ ഉണ്ട്. ഇതുണ്ട് മൊത്തം പൈസ ഉണ്ട്. ഇത് ഫുള്ള് എടുത്തോളാം ഞാൻ പറഞ്ഞു. ഇതന്നെ ഒച്ചപ്പാട് കേൾക്കുന്നതിന് വണ്ടിയെന്ന്. അതെന്തോ കംപ്ലൈൻറ്റ് ആണോ? CCTV കംപ്ലൈൻറ്റ്. അത് പ്രശ്നം കൈസ്. ഞാനേ ഇന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കട്ടെ കേട്ടോ. നേപ്പാൾ മണി പുള്ളിക്ക് കൊടുത്തു. പുള്ളിയുടെ അമ്മ നേപ്പാളിൽ പോകുന്നുണ്ട്, പുള്ളിക്ക് അത് പോരായി.
യാ Mama, going Nepal. നേപ്പാൾ Keep. ഗൈസ് പുള്ളി എനിക്ക് ബാക്കി പൈസ തിരിച്ചു തന്നു കേട്ടോ. ഇത് നല്ല വാല്യൂ കേട്ടോ. Okay. യു ഗോയിങ് ടുമോറോ മീറ്റിംഗ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടിയിലെത്തി. എൻ്റെ വാക്സിനേഷൻ കുളം കേട്ടോ. നാളെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും. നാളെ ഞങ്ങൾക്ക് മുടി ഒന്ന് വെട്ടണം, കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട്. ഫൈനലി ഇതാണ് DJ മൈക്ക് 2. ഇവിടെ ഇതിന് നമുക്ക് കിട്ടിയത് 27,000 രൂപയ്ക്കാണ്. നാട്ടിൽ ഈ പൈസ കിട്ടൂല, ഒരു 4,000-5,000 വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കയ്യിൽ DJ 1 ഉണ്ടായിരുന്നു, ഇത് 2. ഇതിൻ്റെ ഈ കാണുന്ന ഇതൊക്കെ വ്യത്യാസമാണ്. ഇതുണ്ടോ ഈ കാണുന്ന സാധനം ഞാൻ ഓണായി കാണിച്ചു കേട്ടോ. മറ്റേത് എൻ്റെ എന്നും കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു വീഡിയോ അതിൻ്റെ മിസ്സായി പോയി. പിന്നെ അതിനോടുള്ള വിശ്വാസം മൊത്തത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഇവിടെ കവറൊന്നും ഇല്ലായിരുന്നു, ഈ പ്രാവശ്യം കവറുണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വെക്കാൻ വേണ്ടി തന്നെയായിട്ട് ഇതിന് മൗണ്ടും സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇത് കണ്ടോ ഈ കാണുന്ന സാധനം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഈ ഒരു ക്യാമറ ഞാനിപ്പോൾ കാണിച്ചത്, ഇതാണ് നമ്മുടെ ഗിംബല്. നാട്ടിൽ ഏതാണ്ട് 90,000 രൂപ വില വരുന്ന ഡിജയുടെ എന്നായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 4 അത് RC4 Pro ആട്ടോ ഇത്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനിവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഇതുണ്ടോ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ ഇത് ഓൺ ആക്കുന്ന ഇവിടെയാണ്. ഇത് പിടിച്ച് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പിടിച്ച് ഓൺ ആക്കുന്നത്? പൊട്ടന്റെ പൂമാല കിട്ടിയോളേ കർത്താവേ. സാധനം ഓൺ ആക്കി ഇതുണ്ടോ സാധനം ഇപ്പം കലക്കും കേട്ടോ കിടന്ന്. ഇതേ നമ്മുടെ ക്യാമറ ഇങ്ങനെ റെഡിയായി വന്ന് നിൽക്കുകയാണ്. ഞാനൊരു ഇച്ചിരി നേരെ ചാർജ് ചെയ്തുള്ളൂ. കൈസ് ഇത് കണ്ടോ ഈ കാണുന്ന സാധനം ഞാൻ പൊളിച്ചോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസ്പ്ലേ യെസ് ക്ലിയർ ആയി. ഡിജയുടെ സാധനം അങ്ങനെ റെഡി ആയിട്ടോ. കൈസ് ഇനി ഇതുണ്ടോ ഇത് ഇവിടെ സ്റ്റാൻഡ് ഉണ്ട്. ഇത് നമുക്ക് ഇനി നിലത്തൊക്കെ വെച്ചെടുക്കാം. അങ്ങനെ പല സംവിധാനം ചെയ്യാം. ഇനിയും ഇതിൻ്റെ അകത്തായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും ചോദിച്ചാൽ എന്തിയാ ക്യാമറ മേടിച്ചിട്ട് പൂജിക്കാൻ പോയതാണെന്ന്. ഗൈസ് ഇതിൻ്റെ സാധനം മേടിക്കണമെങ്കിൽ നാട്ടിൽ വമ്പൻ പൈസയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാറുള്ളത്. ഇതിന് ഇതിൻ്റെതായ സാധനങ്ങൾ ഇത് കണ്ടോ ഇത് ഇതേപോലെ മാറും. നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. വേറെ മൂഡിലേക്ക് സാധനം മാറും അല്ലേ ലിബിനെ? എനിക്ക് പണിയായി പിടിക്കണ്ടേ? ഗൈസ് ഇതിന് ഓട്ടോമാറ്റിക്കലി ഇതിൽ തന്നെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ ഇതിന് ഇങ്ങോട്ട് വെക്കുക. ഇതുണ്ടോ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മൈക്ക്, 2 റിസീവർ. കാണുന്നതാണ് മൈക്ക്, ഇതാണ് റിസീവറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഈ പ്രാവശ്യത്തെ സാധനം ഇത് കണ്ടോ ഇതുപോലെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. നന്നായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ളിൽ ഒന്നും കാണാൻ പറ്റും, വെള്ളം കയറി അറിയാൻ പറ്റും. ഈ പ്രാവശ്യം എന്തോ പിന്നെ ഇതിന്റെ ചാർജിങ് കൂടുതലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ എന്തൊക്കെയോ കൂടുതലുണ്ട്. അങ്ങനെ കുറെ സെറ്റപ്പോട് കൂടിയാണ് ഈ പ്രാവശ്യം സുഗുണൻ മാവിക്ക് ഇറക്കിയ അല്ല ഇത് ഡിജയുടെ മൈക്ക് ഇറക്കിയാക്കുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ലോക്ക് ഇവിടെ ചാർജ് ചെയ്യാം പഴയതുപോലെ തന്നെ. ഇതന്നോ ഓ കൊരങ്ങന്റെ ഈ പൂമാല കിട്ടിയാലോ ഞാനിത് നശിപ്പിക്കുന്നു. ഓക്കെ ലോക്ക് ചെയ്ത് വെച്ചു. കൈസ് നോക്കൂ ഇതാണ് മൈക്ക്. ഇത് കണ്ടോ ഈ കാണുന്ന ഇങ്ങോട്ട് ലിബിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോയാൽ ലിബിനെ ഇത് കണ്ടോ ഈ കാണുന്ന ഗിംബൽ നമ്മൾ ഇങ്ങനെ മാറ്റി ഇത് കണ്ടോ ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് ഇത് താഴോട്ടോ മേലോട്ടൊക്കെ പോകുന്നു. ഇതൊക്കെ പഠിക്കണം. ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ ഞങ്ങളുടെ 2 പേരും വോയിസ് ഇപ്പം കേൾക്കാൻ പറ്റും. ഇന്ന് നല്ല സെറ്റപ്പ് ആയിട്ട് അത്ര വേണ്ട കേട്ടോ, ഇതിനത്ര ആവശ്യം വേണ്ട കേട്ടോടാ. ഇത് ഇനി കണ്ടോ ഇതേ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ് വിൻഡ്, അതായത് പിന്നെ കാറ്റും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുത്തി വെക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു കവർ. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിൾ ആട്ടോ ഇതിന്റെ സാധനങ്ങളൊക്കെ. ഇതെല്ലാം കൂടി ഇനി ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ വണ്ടിക്കകത്ത് KCയുടെ ട്രാൻസ്ഫോമർ കൊണ്ട് വെക്കണമെന്നുള്ള വളരെ ലാഭമായി. പിന്നെ ഒരു നഷ്ടമില്ല. ഇത് കണ്ടോ ഇതിങ്ങനെ പ്ലഗ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേലും ഇച്ചിരി കൂടെ അപ്ഡേറ്റ് വന്നപ്പം നന്നായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ മാഗ്നറ്റിക്കും ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കേട്ടോ. അതെ മാഗ്നറ്റിക്കും ഉണ്ട്. മാഗ്നറ്റിക്കിന് എന്തോ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മാഗ്നറ്റിക് ഉണ്ടായിരുന്നേ. ഈ മാഗ്നറ്റിക് കാരണം ഇത് കംപ്ലൈന്റ് ആയി പോകുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ കമ്പനി എന്തൊക്കെയോ സെറ്റപ്പ് ആയിട്ട് മാറ്റിയതുണ്ടോ. ഇതേ ഇങ്ങനെ അങ്ങോട്ട് വെക്കും, ഇതേ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുകയാണ്. മൈക്കൊക്കെ ആർക്കെങ്കിലും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടല്ലോ ഇനി ഇത് മേടിച്ച് സംസാരിച്ചാൽ മതി. ലിപിയുടെ ഇതാ ഇത്രയാണ് ഇതിന്റെ കൈസ്. ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പൊട്ടണെന്നുള്ളത്. കാരണം ഇതാണ് ഇതിന്റെ പിന്നെ മൈക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇത് ഇപ്പൊ നീ ചോദിച്ചുകൊണ്ട് മനസ്സിലായി. അന്ന് ഞാൻ നജീബിക്ക് ഇതേപോലെയാണ് വീഡിയോ എടുത്ത് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ഒച്ചയില്ല. എന്നോട് ചോദിച്ചു എന്നാ മോനെ ഒച്ചയില്ലാത്ത മുനി. ഞാൻ പറയാം എന്നൊക്കെ അത് അറിയത്തില്ലോ മുനിമുനി എന്നാ മുനി ഒച്ചയില്ലാത്തതിനോട് ചോദിച്ചോട്ടോ. ഇപ്പൊ കറക്റ്റ് അല്ലേ ലിപി? അല്ലേ? ഇത് കഴിച്ച് ഇതൊന്നും എല്ലാം ലെവലാക്കി ഒന്ന് കുറച്ച് പഠിക്കാണ്ട് കേട്ടോ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഒന്ന് ലെവലായി വരത്തുള്ളൂ. അത് തന്നെ വേറെ കാര്യമുണ്ട്. നമ്മുടെ SNH-നൊക്കെ ഇത് ഡയറക്റ്റ് പോവും അല്ലേ? എങ്ങനെ? അല്ല FS3ക്ക് ഇത് ഡയറക്റ്റ് പോവും.
ഇല്ലില്ല, ബ്ലൂടൂത്ത് ഇതിനകത്തില്ല. ഇല്ലല്ലേ? ഇതിന് വേറെ എന്തൊക്കെയോ ടെക്നോളജി ഉണ്ട് കേട്ടോ. ദേ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ. ഹലോ, ഇതുണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കി, ഇതുണ്ടോ നമ്മൾ സംസാരിക്കുന്ന വോക്കൽ അതിന്റെ അത് കയറി പിടിക്കുന്നുണ്ടോ? അപ്പൊ ഇത്ര സൗണ്ട് വേണ്ട, അതിന്റെ ഡെസിബിലൊക്കെ കുറയ്ക്കാനും കുറച്ച് പണിയുണ്ടല്ലോ. ഇതിന്റെ അത് ലോക്ക് അതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് അൺലോക്ക്, ലോക്ക്, ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഓരോന്നിനും എടുക്കണം. ഇത് ലോക്കാണല്ലോ, ഇവനെ പ്രസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇതെല്ലാം ഞങ്ങൾ ഇന്ന് രാത്രി ചെയ്യട്ടെ. ഗൈസ് നോക്കൂ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തെങ്കിൽ ഇനി നമ്മൾ പാനാസോണിക് S1 ക്വാളിറ്റിയില് 6K-ലായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നത്. ഇനി ഞങ്ങളുള്ള ഷേക്ക് ഉണ്ടാവുള്ളൂ, ഇതായിട്ടുള്ള ഷേക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇനി ബ്ലോഗ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഗിംബൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഗിംബൽ നിൽക്കുന്നത്, താന്നു പൊങ്ങി. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പിടിക്കുക. അപ്പൊ ഇച്ചിരി സമാധാനത്തോടെ വീഡിയോ പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്, നല്ല രസമായിരിക്കും. ഇതിങ്ങനെയൊക്കെ ഇതുണ്ടോ, ഇത്രയും പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പം ഇത്രയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ തിരിച്ച് ഒന്ന് പഠിച്ചു വരാനുണ്ട്. എന്നിട്ട് സ്ക്രീനൊക്കെ ഇങ്ങനെ ഗൈസ് ഇതുണ്ടോ, ഇത് ഇങ്ങനെയായിരിക്കും എന്റെ പരിപാടികൾ. ഞങ്ങൾ ഇങ്ങനെയായിരിക്കും ബ്ലോഗ് ചെയ്യുക. ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതിന്റെ ഇതുണ്ടോ, ഇതിങ്ങനെ പൊക്കി വെച്ചാൽ മതി. എന്റെ ഇതിങ്ങനെ താത്രം, ഇതിന് ഒരു 5-6 മണിക്കൂർ ചാർജ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ തെക്കോട്ടും വടക്കോട്ടും പോകാതെ രാധെ ഇങ്ങോട്ട് വാ, രാധെ ഇങ്ങോട്ട് വാ. ഇങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടികൾ. എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ കാര്യം ഉണ്ട്, പിന്നെ ഐഫോണിന്റെ ഇതിന്റെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്പയർ ചെയ്ത് എഡിറ്റിംഗിൽ ഇട്ട് നോക്കി, ആടിന്റെ വ്യത്യാസമാണ്. ഇതിന്റെ പോയി ഞാനില്ല. വേറെ കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് വീഡിയോ എടുത്തിട്ട് വേണം ഇതിന്റെ അകത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് തമ്മിലേനെ ഇടാം. മറ്റേ ഐഫോണിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ പൊട്ടിപ്പോ. ഇതാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന സാൻഡിസ്കിന്റെ 1TB ഇത്. പിന്നെ എന്നാണ് ഇതിന് പറയുന്നത്, ഹാർഡ് ഡിസ്ക്. അപ്പൊ ഇതിന്റെ അകത്ത് Type-C ഉപയോഗിച്ച് ഐഫോണിൽ നിന്നും മാക്ബുക്കിൽ നിന്നൊക്കെ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിലായിരിക്കും, ആൻഡ്രോയിഡിലായിരിക്കും. ഐഫോണിലും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആകുന്നതും മാക്ബുക്കിൽ നിന്നും പെട്ടെന്ന് അപ്ലോഡ് ആകുന്നതും ഈ ഇതിലായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുന്നതൊക്കെ. അപ്പോൾ ഗൈസ് എന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തിയൊക്കെ മറന്നുപോയി. അപ്പം ഞങ്ങൾ ഇത് മേടിച്ചത് 11,000 രൂപയ്ക്കാണ്. എന്നിട്ട് മൈജിന്ന് 10,000 രൂപയ്ക്ക് അത്ര രൂപ തന്നു, ഓൺലൈനിലെ പൈസയ്ക്ക് വന്നു. എന്നിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഫിലിപ്സിൻ്റെ മേടിച്ചു. ഫിലിപ്സിൻ്റെ ഇതാണ് ഫിലിപ്സിൻ്റെ 1TB പിന്നെ അടിപൊളി സാധനമാണ്. ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്കൊന്ന് തീ കത്തിയാലും വെള്ളം അങ്ങനെ എന്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ വെള്ളമൊന്നും കയറില്ല എന്ന് തോന്നുന്നു. ഈ സാധനം മേടിച്ചു 5,000 രൂപ. 5,000 രൂപ പൈസ എല്ലാ സാധനത്തിനും ഐസ് നോക്കാം. അങ്ങനെ 5,000 രൂപയ്ക്ക് ഇതും കിട്ടി. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു. ഇപ്പോൾ ഒരു സാധനം കൂടെ മിസ്സായിട്ടുള്ളൂ. അത് ഏതാന്ന് വെച്ചാൽ AC. ഈ ഹോൾ അതിന് വേണ്ടി ഉള്ളതാണ്, പക്ഷേ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടുന്ന് കിട്ടിയില്ലേ ഞങ്ങളത് പിന്നെ ഇത് പിടിക്കുന്നില്ല, കസാക്കിസ്ഥാനിൽ നിന്ന് മേടിക്കുന്നുള്ളൂ. ഇവിടുന്ന് ഇനി മേടിക്കുന്നില്ല, കസാക്കിസ്ഥാനിൽ നിന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നോക്കൂ, നാളെ മുതൽ വീഡിയോ ആയിട്ട് വീഡിയോ കാണാതിരിക്കും. ഗൈസ് നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള സംഭവങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ആ രീതി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓ